ചുറ്റിലും പല പ്രശ്നങ്ങളും നടക്കുന്ന സമയത്ത് അതെന്റെ പ്രശ്നമല്ലോ എന്ന് കരുതിയിട്ട് നിങ്ങൾ മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നം വരുന്ന സമയത്തും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്കായിട്ട് സംസാരിക്കാൻ ചിലപ്പം ആരും ഉണ്ടായിന്ന് വരില്ല. ആലോചിച്ച് നോക്കാം, നിങ്ങളുടെ തൊട്ടടുത്ത റൂമിൽ തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിന്ന് കഴിഞ്ഞാലേ കുറച്ച് കഴിയുന്ന സമയത്ത് അത് സാവധാനം നിങ്ങളിലേക്കും പടർന്നു വരും. ഇതേ രീതിയിൽ തന്നെയാണ് പലപ്പോഴും നമ്മളുടെ ഫാമിലീസിലൊക്കെ ഇൻലോസിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളും. ഇത് എന്റെ പ്രശ്നമല്ലല്ലോ, അവരുടെ മാത്രം പ്രശ്നമല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ മാറി നിൽക്കുന്ന സമയത്തെ ചിലപ്പോൾ നിങ്ങളുടെ ബ്രദറിന്റെ വൈഫിൻ്റെതാവാം, അല്ലെങ്കിൽ വീട്ടിൽ മറ്റാരുടെയെങ്കിലും ആവാം. ഇവിടെ നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്ത് പിന്നീട് ഒരിക്കൽ നമ്മൾക്ക് ആവശ്യം വരുന്ന സമയത്തും ഇതേ രീതിയിൽ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. എല്ലാവരെയും ചിലപ്പോൾ നിങ്ങൾക്ക് നീതി പഠിപ്പിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, പക്ഷേ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ജസ്റ്റ് ഒരു സപ്പോർട്ടെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ആ ഒരു സാഹചര്യത്തെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരാനുള്ള സ്ട്രെങ്ത് അവർക്ക് കൈവരിക്കാനായിട്ട് കുറച്ചൊരു താങ്ങായിട്ടോ തണലായിട്ടോ ഒന്ന് കൂടെ നിന്നെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എതിർ ഭാഗത്ത് തന്നെയാണ്. നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റുകാരൻ തന്നെയാണ്.